യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ദർശന രൂപേഷിനെ മാറ്റിയെടുക്കും, എനിക്കുറപ്പാ. ഞാനുണ്ട് കൂടെ. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അവിടെ ഗീതമ്മയുടെ ഇരിപ്പുണ്ട്. വരുന്നവരും പോകുന്നവരും എല്ലാം എന്തോ അതിശയിച്ച് നോക്കുന്ന പോലെ. കാണുന്നവര് എന്നെ തുറച്ചു നോക്കുക. എനിക്കൊരുമാതിരി എന്തോ പോലെ തോന്നി. ഇവിടെ ആവുമ്പോ ഒരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ മുറി തരാന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, അവിടെ പോയി ഇരുന്നൂടായിരുന്നു? വേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. പന്തലിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ. നീ ഇപ്പോഴാണോ കാണുന്നേ? ആണെന്നേ, ഡേ ഡ്യൂട്ടിക്ക് നീ ഇല്ലായിരുന്നല്ലോ. ICUവിൽ കിടക്കുന്ന സ്ത്രീയുടെ മകനും ഭാര്യയോ മണ്ഡപത്തിൽ കുഴഞ്ഞു വീണ് കൊണ്ടുവന്നതാ. പെണ്ണിന്റെ കഴുത്തിൽ പൊന്നു കണ്ടാ മനസ്സിലാവും. ചെറുക്കന്റെ കഴുത്തിൽ കണ്ടോ? അതുപോലെ തന്നെ ഉണ്ട്. അതറിയില്ലേ, അവൻ ആള് കോടീശ്വരന്. ഇവളെ കണ്ടിട്ട് പ്രേമിച്ച് കെട്ടിയതാ. കാശുകാരനെ നോക്കി വേണം പ്രേമിക്കാൻ. ദേ ഇതുപോലെ. എന്തൊക്കെ പറഞ്ഞാലും ദർശൻ ഒരു ഭാഗ്യം കെട്ടവളാ. കഴുത്തില് താലി വീണപ്പോ തന്നെ കണ്ടില്ലേ, കെട്ടിയ ചെക്കന്റെ അമ്മ ICUവില്. അവര് ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിലേ എന്ത് പറയും? കെട്ടിയപ്പോ തന്നെ അപ്പച്ചി അങ്ങ് വീണു. ഇനി ആരൊക്കെ വീഴുന്നു ആർക്കറിയാം. എന്റെ ദൈവമേ, ആ ദർശന അവളാ ഇതിനെല്ലാം കാരണം. അതുകൊള്ളാം. എല്ലാവരും കൂടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എല്ലാം കൂടി ആ ദർശനയുടെ പിടലിക്ക് വെച്ച് കിട്ടുകയാണോ? എന്തെല്ലാം ആയിരുന്നു ഗിരിജാ മാഡത്തിന്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം എവിടെ പോയി? ടൈം ബോംബ്, ആസിഡ് ബൾബ്. ഇനി ഏട്ടത്തിക്കാരെങ്കിലും വിഷം കൊടുത്താണെങ്കിലോ? എനിക്ക് സംശയമുണ്ട്. കല്യാണം തീരുമാനിച്ചപ്പോ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? പെണ്ണിന്റെ അമ്മാവനെ തട്ടിക്കൊണ്ടുപോയില്ലേ? ഒടുവിൽ ചെറുക്കനെ തന്നെ തട്ടിക്കൊണ്ടുപോയി. എല്ലാത്തിനും പിന്നിൽ ഏതോ വെളുത്ത കരങ്ങളാ. അവള് പാചകം ചെയ്യട്ടെ. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയതുമായി അവൾ ഏട്ടത്തിയുടെ അടുത്ത് ചെല്ലട്ടെ. നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴാണോ കല്യാണം കഴിഞ്ഞേ? ഇതൊന്നും അഴിച്ചു വെക്കാറായില്ലേ? ഇല്ലടി, വിഷം കഴിച്ച് ICUവിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ മോനാ. ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അമ്മ വിഷം കഴിച്ചിട്ടൊന്നുമില്ല. ദർശനെ, ഇത് കേൾക്കുന്നില്ലേ? അത് അവരാള് മാറി പറഞ്ഞതാവും. നിങ്ങൾ പോയിക്കോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല. ഏട്ടത്തിയോടൊപ്പം വീട്ടിലേക്ക് പോകുന്ന അവര് വാശി പിടിച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു. മുത്തശ്ശിയും അവരെ വിളിച്ച് സംസാരിച്ചു. എന്നോടും മുത്തശ്ശി പറഞ്ഞു അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. രാഹുകാലം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, ഇന്നാ ചടങ്ങ് നടക്കണമെന്നാ മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശി പറഞ്ഞിട്ട് പോലും അവര് കേൾക്കുന്നില്ല. അതുമല്ല, ഇപ്പൊ രണ്ടുപേരും മറ്റൊന്നുകൂടി പറഞ്ഞിരിക്കുക. ഏട്ടത്തിക്ക് സുഖമായ ശേഷമേ ആഹാരം പോലും കഴിക്കൂന്ന്. അയ്യോ, അതൊന്നും പറ്റൂല. എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും ട്രിപ്പൊക്കെ എടുത്തോണ്ടിരിക്കല്ലേ. എത്ര കുപ്പി ബ്ലഡാ കയറ്റിയെന്നറിയോ? ഇതൊക്കെ ഉള്ളിൽ ചെന്നതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കാൻ തന്നെ പറ്റുന്നത്. സിസ്റ്ററോട് ചോദിച്ചു നോക്ക്. അല്പം കഴിഞ്ഞാ എന്നെ റൂമിലേക്ക് മാറ്റാന്ന ഡോക്ടർ പറഞ്ഞത്.
നേരമായില്ലെങ്കിൽ റൂമിലേക്ക് മാറ്റുമോ? ഗീതമെന്ന അവരെ ഒന്ന് വിളിക്ക്. ഞാൻ പറയാം അവരോട്. അവിടെ ഇന്ന് ആരും സദ്യ പോലും കഴിച്ചില്ലല്ലോ. സ്വന്തം കല്യാണത്തിന് കല്യാണ സാരിയൊക്കെ മാറ്റി വേറെ ഡ്രസ് ഇട്ട് ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണേണ്ടവരല്ലേ അവര്. ഞാനൊന്ന് വീണപ്പോ കല്യാണ ചടങ്ങുകളെല്ലാം തെറ്റിച്ചു അല്ലേ. വലിയ കാരണവര് ചമഞ്ഞ് യതിയും പവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാരും എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടായിരിക്കാം എല്ലാം ഇട്ടെറിഞ്ഞിങ്ങി പോകുന്നത്. ഇവിടെ വന്ന് കഴിച്ചുകൂടായിരുന്നോ? ഇവിടെ ക്യാൻറ്റീനൊക്കെ ഉള്ളതല്ലേ. ഗീതമ്മ, അവരെ ഒന്ന് ഇങ്ങോട്ട് വിളിക്ക, ഞാൻ സംസാരിക്കാം. മക്കളെ, എന്താ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കേൾക്കാത്തത്? അമ്മ ഒരു വ്രതവും പറഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ വാശി പിടിച്ചിരുന്നോണ്ടല്ലേ ഇപ്പോ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. അമ്മയ്ക്ക് മാത്രമല്ല വാശി, ഞങ്ങൾക്കും ഉണ്ട്. അപ്പച്ചി അമ്മയോട് വന്ന് ഞങ്ങൾ കഴിച്ചില്ല എന്ന് പരാതി പറഞ്ഞു. എതിച്ചിട്ടപ്പം കൊണ്ടുവന്ന വെള്ളം പോലും അപ്പച്ചി കഴിച്ചിട്ടില്ല. മാഡം, ഞങ്ങൾ കഴിച്ചോളാം. മാഡം വിഷമിക്കണ്ട. അതെ, ഡോക്ടർ റൗണ്ട്സിന് വരെ സമയമായി. ഒന്ന് പുറത്തിറങ്ങി നിൽക്കുവോ? നിങ്ങൾക്ക് വേണ്ടി റൂം പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയിരിക്കാം. മോനെ, മോനെ. കൊച്ചുമുതലാളി വാ. അമ്മേ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നേ? എല്ലാരും കണ്ടാ ഇപ്പോ അമ്മയുടെ മേത്ത് ചാടി വീഴും. അമ്മ, നമ്മളിപ്പോ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്കിവിടെ തിരിച്ചു പോവാം. ഞാനും അച്ഛനും പറഞ്ഞത് കേൾക്കാതെ അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അമ്മയ്ക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലീസ് കേസ് വരെ എത്തി. എടി മോളെ, മത്സരത്തിൽ ഒരാൾ തോറ്റു എന്ന് വിചാരിക്കും. ജയം ആഘോഷിക്കാനല്ല നമ്മൾ പോകേണ്ടത്. തോറ്റവരുടെ അടുത്ത് ചെന്ന് തോറ്റേന്ന് കളിയാക്കും. ഇപ്പൊ ഒരു മുടന്തൻ നമ്മുടെ മുന്നിൽ വരുന്നു എന്ന് വിചാരിച്ചു. അവനിനി എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ ആ മുടന്തിനെ പറ്റി ചോദിച്ചോണ്ടേയിരിക്കണം. ജനിച്ചപ്പോഴേ കാലം ഇങ്ങനെയായിരുന്നോ? ആരെങ്കിലും മുടന്താന്ന് നേരിട്ട് വിളിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കണം. എന്റെ 4 പ്ലാനുകളും പരാജയപ്പെട്ടു. ഒടുവിൽ ഒരെണ്ണം വിജയിച്ചു. യഥാർത്ഥത്തിൽ പാലിൽ വിഷം ചേർത്തതേ ദർശനയെ കൊല്ലാനാ. വിഷം കലർത്തിയത് ഞാനല്ല, അത് ദർശനയ്ക്ക് കൊണ്ടുകൊടുത്തത് ഗീതമ്മയ. ഇതിനാ ഞങ്ങൾ പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന്. വീണത് കൊക്കായാലും ചക്കായാലും അവളുടെ ആദ്യ രാത്രിയും കുടിവയ്പ് മുടങ്ങിയോ? മുടങ്ങിയെന്നുള്ളത് നമ്മൾ വീട്ടിലിരുന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം? അത് അവളോട് നേരിട്ട് പറയുമ്പോ ഒരു സുഖമൊക്കെ കിട്ടില്ലേ? കിട്ടണം, കിട്ടും. അത് മാത്രമല്ല എന്റെ ലക്ഷ്യം. അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് പുതിയ മരുമോളാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കണ്ടേ? അങ്ങനെ സ്ഥാപിച്ചെടുത്താലേ ഒടുവിൽ കുടുങ്ങുന്നത് അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് കുഴിച്ചു മൂടിയത് ചികഞ്ഞെടുത്ത് തൽക്കാലം വെളിയിലിടണ്ട. ബാക്കിയൊക്കെ അമ്മ പറഞ്ഞത് ഓക്കെ. പക്ഷേ രൂപേഷേട്ടനോ ദർശനയോ അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. അപ്പച്ചിക്കാണെങ്കിൽ ഇപ്പൊ കഴിക്കാനും പറ്റില്ല. ആരും കഴിക്കണ്ട. എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും അറിയാലോ. ആശുപത്രി പരിസരം മേഘാവൃതമാണോ, അടുത്തെങ്ങാനും
സുമംഗല തങ്കച്ചി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സാധ്യത കാണുന്നുണ്ടോ? ഇതൊക്കെ അറിയാനും അറിയിക്കാനുമാ നിന്റെ അച്ഛനെ ഞാനിവിടെ ഡ്യൂട്ടിക്കിട്ടത്. ഹോസ്പിറ്റലിൽ വെച്ച് രക്തക്കുറവും വിളർച്ചയും ഉണ്ടായിരുന്നു. മനസ്സിന് സമാധാനവും സന്തോഷവും വരുമ്പോ പാതി അസുഖം കുറയും. താനൊരു രോഗിയാണ്, കിടപ്പിലാണ് എന്നൊക്കെ തോന്നി തുടങ്ങിയ നമ്മുടെ ഇന്റേണൽ ഓർഗൻസും ബ്രെയിനും ഒക്കെ ഒപ്പം തളരും. എപ്പോഴും ആക്റ്റീവായി എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആയി ഇരിക്കുമ്പോ ബോഡിയും അതുപോലെ റിലാക്സ് ആവും. സിസ്റ്റർ BP എത്രയാ? 160/90 മാഡം. ആ, പൾസോ? 110 മാഡം. പേടിക്കാനൊന്നുമില്ല. മനഃശക്തിയാണ് പ്രധാനം, സെൽഫ് കോൺഫിഡൻസ്. തന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തീരുമാനിച്ചാ അത് മതി അസുഖം മാറാൻ. ആ, എന്തായാലും ഒരു ട്രിപ്പ് കൊടുത്തേക്കൂ. എവിടെ പുതുമണവാട്ടി? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഇപ്പോ മരുമകൾ സ്ഥാനത്തേക്ക് പുതുതായി വന്നെങ്കിലും മാഡത്തിന്റെ പഴയ സെക്രട്ടറി ആയിരുന്നല്ലോ അല്ലേ? അവര് രണ്ടുപേരും കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്ക. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ തൊട്ടടുത്ത് തന്നെയാ. കല്യാണത്തിന് മുമ്പ് അവൾ അവിടെയായിരുന്നു. ഡ്രസ് എടുക്കാനോ മറ്റോ പോയതാ. ഡോക്ടർ, ദർശനയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്, അഞ്ജന. നന്നായിട്ട് ചിത്രം വരയ്ക്കും, ഹൈലി ടാലന്റഡാ. ഗീതമ്മേ, ദർശനയോടും അഞ്ജനയോടും വരാൻ പറ. ആ, വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. ഒരു എമർജൻസി ഉണ്ട്. ഡോക്ടർ, ഒരു 2 മിനിറ്റ് ഞാൻ ഫോണിൽ വിളിച്ചു പറയാം. ഡോക്ടർ വന്നിട്ട് കാണാതെ പോയ അവർക്ക് വിഷമാവൂലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഡ്യൂട്ടിക്കിടെ ഇറങ്ങി വന്നതാ. നേഴ്സ് ഇവിടെ നിൽക്കട്ടെ. ട്രിപ്പ് മാത്രമല്ല, കുറച്ച് മെഡിസിൻസും IV ആയിട്ട് തരാനുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞതേ ഉള്ളൂ. ഹെൽത്ത് നോർമൽ കണ്ടീഷനിലായിട്ടില്ല. ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. സിസ്റ്റർ, കുറച്ചു നേരം ഇതൊന്ന് നിർത്തിവെക്കാൻ പറ്റുമോ? എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാ. ശരി മാഡം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ, ഞാൻ പുറത്തുണ്ടാവും. അല്ല, മോളിതെവിടെ പോവാ? ഇവിടെ ഇരിക്കേ. മാഡം, അതെ, അഞ്ജനമോള് മിടുക്കിയ. ഞാൻ കരുതിയതിലും അപ്പുറം കഴിവുള്ള കുട്ടിയാ എന്റെ മോന്റെ ചോട്ടു. ദൈവം ഫിസിക്കലി ഒരാൾക്ക് ജന്മനാ ഒരു കുറവ് കൊടുത്താൽ അതിനു പകരം എന്തെങ്കിലും ഒരു സിദ്ധി അഡീഷണൽ ആയിട്ട് കൊടുക്കും. അതുകൊണ്ടാ അവര് ദൈവത്തിന്റെ കുട്ടികൾ എന്ന് പറയുന്നത്. ചോട്ട് വരയ്ക്കുന്ന തന്നെ എന്തൊരു അതിശയ. ഒരു പടം എത്ര വേഗം അവള് വരച്ചു തീർക്കുന്നേ. അവളെ നമുക്ക് ചിത്രം വരയ്ക്കല് പഠിപ്പിക്കണോമേ. അതിനെന്താ, പഠിപ്പിക്കാലോ. നീ അങ്ങ് തീരുമാനം എടുത്താ പോരെ. അതിനെന്തിനാ എന്റെ അനുവാദം? ഗീതമ്മ മാഡം പറഞ്ഞു ഡോക്ടർ വന്നിട്ട് പോയിന്ന്. എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത് ആദ്യമാ. എത്ര സിമ്പിളാ. ഡോക്ടറാണെന്നുള്ള ഒരു നാട്യമോ അതിന്റെ ഒരു ഗമയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീ. ഡോക്ടറിനോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ ഗസ്റ്റ് ഹൗസ് വരെ പോയിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ അമ്മായി ഇവിടെ അങ്ങ് കൂടിയ മട്ട. ഒരിക്കൽ ഞങ്ങളോടൊപ്പം താമസിക്കാൻ കൂടിയതാ. പിന്നെ അച്ഛനും ഞങ്ങളും വീടുപേക്ഷിച്ച് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ടി വന്നു. അവിടെ വെച്ചാ. അല്ല, ഡോക്ടറിന് എന്തെങ്കിലും കൊടുത്തായിരുന്നോ?
അതൊക്കെ ഗീതമ്മ നോക്കിക്കൊള്ളും. ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ശാസിക്കാൻ ഒരു അവസരം ഗീതമ്മയായിട്ടുണ്ടാക്കില്ല. പിന്നെ ഇവിടുത്തെ ഹിംസ്ര ജന്തുക്കളെ പോലെ സ്വത്തിനും പണത്തിനും കടിപിടി കൊടുത്തുമില്ല. ആ അറിഞ്ഞോ, മുത്തശ്ശി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക ഗീതമ്മേ. മുത്തശ്ശിയുടെ പേരിലുള്ള 1-2 ട്രസ്റ്റുകളും പിന്നെ കുടുംബക്ഷേത്രവും ഒക്കെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഗീതമ്മയാ മുത്തശ്ശി കണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുത്തശ്ശി സെഞ്ചുറി തികച്ചിട്ടേ ഇവിടുന്ന് മടങ്ങൂന്ന്. കാരണം എന്താന്നോ, മുത്തശ്ശിക്ക് ഒരസുഖവും ഇല്ല. പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല. ആ മുത്തശ്ശിയുടെ പല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നല്ല സ്ട്രോങ് ആ. പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ തേങ്ങയുടെ തൊണ്ട് വേണമെങ്കിൽ കടിച്ചു പൊതിക്കും. പക്ഷെ എന്റെ സ്ഥിതി അങ്ങനെയല്ല. മാഡം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഡോക്ടർ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലവും ഇല്ല. സംശയം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് നടത്താം. അമ്മയുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താനെങ്കിലും. അത് ചിലപ്പോ ഉപകാരപ്പെട്ടെങ്കിലോ. എന്താ ദർശനം നിങ്ങൾ ഈ പറയുന്നേ? എന്റെ അമ്മയ്ക്ക് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ. എനിക്കാകെ പേടിയാവുക. മോൻ എന്തിനാ പേടിക്കുന്നേ? അമ്മയ്ക്കൊന്നുമില്ല. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ വന്ന് കയറുന്നതിന് മുൻപ് അധികാരം കാണിക്കാൻ തുടങ്ങി എന്ന പരാതിയാ ഇവിടെ. അതൊന്നും കാര്യമാക്കണ്ട. ചിലപ്പോ ഞാൻ ഭയപ്പെടുന്നത് പോലെ ഒരസുഖവും എനിക്കില്ലായിരിക്കും. പക്ഷേ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കിനി അത് പറയാനുള്ള അവസരം ദൈവം തന്നില്ലെങ്കിലോ? നിങ്ങൾ ഇന്നു മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കുക. ഞാൻ വെറുതെ പാല് കുടിച്ചപ്പോൾ ഒമിറ്റ് ചെയ്തതല്ലാന്ന് എനിക്കറിയാം. വ്രതമെടുത്തതുകൊണ്ടോ ഉറക്കം ഒളിച്ചതുകൊണ്ടോ സംഭവിച്ചതുമല്ല. അർദ്ധബോധാവസ്ഥയിൽ ഡോക്ടർമാരുടെ ഡിസ്കഷനൊക്കെ അവ്യക്തമായി ഞാൻ കേട്ടു. നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ അവരുടെ ലക്ഷ്യം ഞാനാ. അതുകൊണ്ട് തന്നെ കഴിയുന്നതും വേഗം ഞാനെല്ലാം ഡോക്യുമെന്റ്സ് ആക്കാൻ തീരുമാനിച്ചു. തൽക്കാലം അമ്മ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. രൂപേഷേട്ടൻ ഇന്നു മുതൽ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. അതുപോലെ തന്നെ അമ്മയുടെ കൂടെയും ഞാനുണ്ട്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ എനിക്കറിയാം. തൽക്കാലം അമ്മ വെറുതെ ചിന്തിച്ച് ഓരോന്ന് വരുത്തി വെക്കണ്ട. എന്നെ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുവല്ലേ? എന്നെ പട്ടിണിക്കിട്ട് ആ അഴിഞ്ഞാട്ടക്കാരിയുടെ ആദ്യ രാത്രിക്ക് തുണി വിരിക്കാൻ പോവല്ലേ? ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഞാൻ ചത്തു പോന്നെങ്കിൽ പോവട്ടെ എന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? നന്ദിയുള്ള മൃഗമാണെന്ന നായെക്കുറിച്ച് പറയുന്നത്. എന്നാലും വാ കെട്ടിയിട്ടോ തല കുടുങ്ങിയിട്ടോ നമ്മൾ രക്ഷിക്കാൻ ചെന്ന
അത് ചിലപ്പോൾ മുറിമുറുക്കും, തടിക്കുകയും ചെയ്യും. അതുപോലെ നീ ഇപ്പോ ചായ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല കടുപ്പം, കറക്റ്റ് മിക്സിംഗ്. ഇന്നേ വരെ ഇവിടത്തെ അടുക്കളയിൽ കയറി ഇത്തിരി ചൂടുവെള്ളം പോലും ഉണ്ടാക്കാനാവാത്ത ഇവളുടെ അഭിപ്രായം ഒന്നും മുഖവിലേക്ക് എടുക്കണ്ട. നല്ല ചായ. നന്നായിട്ടുണ്ടാവും. ഞാനിപ്പോ അടുക്കളയിൽ നിന്നാ വരുന്നത്. രാജി ഇടുന്ന ചായക്കും ഗീതമ്മ ഉണ്ടാക്കുന്ന ഫുഡിനും സ്ഥിരം അഭിപ്രായം പറയുന്ന ഒരാൾ ഇതൊക്കെ പറഞ്ഞാലേ കേട്ടിരിക്കാനൊക്കെ രസമുണ്ടായിരുന്നു. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇത്തിരി അസൂയ കൂടുതലാ. ആ, നിനക്ക് ഈയിടെ കുറച്ച് കുറ്റം പറച്ചിലും കളിയാക്കലും ഒക്കെ കൂടുന്നുണ്ട്. എന്നാ എന്റെ കൈവാക്കിന് കിട്ടുന്നേന്ന് നോക്കിയിരിക്കാൻ ഞാൻ പറയുന്നത് സത്യ പവിയേട്ട. ഇന്നലെ എന്നോട് ഇവൾ പവിയേട്ടനെ കുറെ കുറ്റം പറഞ്ഞു. അപ്പച്ചിയെ ന്യായീകരിച്ചു. നമ്മൾ കാണിക്കുന്നതൊന്നും ശരിയല്ലെന്നാ ഇവളിപ്പോ പറയുന്നേ. ഇവള് പറഞ്ഞതേ നിന്നെക്കുറിച്ചാ. ഏകവചനം മതി, ബഹുവചനം വേണ്ട. ഞാൻ ഈ ചായ കൊള്ളാന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ ഈ കരി തുള്ളുന്നത്? ഒരു ഭാര്യയുടെ കടമ എന്താണെന്ന് നിനക്കറിയാമോ? വെറുതെ വഴക്കിടുന്നതിലല്ല. ഒരു ഭർത്താവിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറണം. അതിന് ഇന്നേ വരെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എവിടെന്നെങ്കിലും കുറച്ച് കാശ് അടിച്ചു മാറ്റണം, അത് പിന്നെ ഗുണ്ടകൾക്കങ്ങ് വീതിച്ചു കൊടുക്കണം. ഇവള് നിന്റെ സ്വന്തം മോളാ. ഇവളെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ഇവളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ആ, നിങ്ങള് കണ്ടറിഞ്ഞു ചെയ്യുന്നുണ്ട്. ഇവളുടെ കാര്യത്തിലല്ല, മറ്റു പലരുടെയും കാര്യത്തിലാണെന്ന് മാത്രം. എന്ത് പറഞ്ഞാലും ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടോളൂ. ഗിരിജ, ശരിക്കും ഞാൻ മടുത്തു. സ്വന്തം ചേച്ചിയുടെ മുമ്പിൽ പോലും തല കുനിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. അല്ല, അത് എന്റെ കുറ്റമൊന്നും അല്ല. കുഞ്ഞുനാള് മുതല് അവര് പറയുന്നത് അനുസരിക്കാനല്ലേ നിങ്ങൾ ശീലിച്ചിട്ടുള്ളൂ. ആണുങ്ങളായാലേ നട്ടല് വേണം. ഇത് ചുമ്മാ. ദർശനയുടെ മുന്നിലെങ്കിലും എന്നെ ആക്ഷേപിക്കുന്നത് നിങ്ങളൊന്ന് നിർത്തണം. ഇക്കണക്കിന് പോയാലേ മസിലളിയന്റെ പിന്നാലെ നിങ്ങളും അവളുടെ സാരിത്തൊമ്പിൽ ചുറ്റുമല്ലോ. ഓ, അവളെ സമ്മതിക്കണം. ആണുങ്ങളെ മുഴുവനും അവള് കറക്കിയെടുക്കും. ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുക. ഇതിപ്പോ വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലാവും. ശ്രേയക്കിപ്പോ അവളോടും ചേച്ചിയോടും തോന്നുന്ന സോഫ്റ്റ് കോർണർ അതൊരു നല്ല ലക്ഷണമായിട്ടാ എനിക്ക് തോന്നുന്നത്. കമ്പനിയിൽ ദർശനയോടൊപ്പം ശ്രേയെ കൂടി കയറ്റിവിടണം. അപ്പൊ ദർശന കമ്പനി സ്വത്തുക്കളും കൈയടക്കൊന്നും ഉറപ്പിച്ചോ? എന്താ സംശയം? നമുക്ക് നോക്കാം. സർ, ചായ. താങ്ക് യു മാഡം. ആഹാ, സൂപ്പർ ചായ ആണല്ലോ. രഞ്ജിനി, നീ ഒരു കാര്യം ചെയ്യേ, ദർശനയോട് ശിഷ്യപ്പെട്. നല്ല ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ദർശന പഠിപ്പിച്ചു തരും. ആ, സ്വർണത്തിന്റെ വില വീണ്ടും കുറഞ്ഞു. ആ വാർത്തയെ കണ്ടുള്ളൂ. അതിന് താഴെ ന്യൂസ് ഒന്ന് വായിച്ചില്ലേ? അതൊന്ന് വായിച്ചേ. ഭർത്താവിനെ ഭാര്യ അമ്മിക്കുഴവി കൊണ്ട് തലക്കടിച്ചു കൊന്നു. എന്താടി, നിനക്കെന്നെ കൊല്ലണോ? അയ്യോ, അയ്യോ ദർശനേച്ചി, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതാണോ അടി തെറ്റിയ ആനയും വീഴുമെന്ന് പറയുന്നത്?
പത്രത്തില് വാർത്ത വലുതുണ്ടോ യതിയേട്ടാ? സോറി കേട്ടോ. എന്തെങ്കിലും പറ്റിയോ? ദർശന വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയതാ. എനിക്കൊന്നും പറ്റില്ല. അതെ, ഒരു വീഴ്ച കൊണ്ടൊന്നും ആരെയും തളർത്താൻ പറ്റില്ല. വീണിക്ക് ഞാനിപ്പോ ചായ കൊണ്ടുവരാം. രൂപേഷേട്ടാ, രൂപേഷേട്ടാ, ഇതെന്താ യോഗ ചെയ്യാണോ? യോഗയല്ല, ഇതൊരു യോഗമാ. എന്റെ യോഗം, എന്റെ ഭാഗ്യം. ഉണർന്നിട്ടും കട്ടിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ നല്ല സുഖ. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. എണീറ്റ് ചായ കുടിച്ചേ. ഞാൻ ഇപ്പോഴൊന്നും എഴുന്നേക്കൂല. എന്നും 10 മണി വരെ ഉറങ്ങുന്നവനാ ഞാൻ. ഇനി അതൊന്നും നടക്കില്ല. രാവിലെ എഴുന്നേക്കണം, 1-2 കിലോമീറ്റർ നടക്കണം, പത്രം വായിച്ച് പഠിക്കണം. അങ്ങനെ അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. ഈ മടിയൻ കുഞ്ചുവിനെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നേരത്തെ എന്താ പറഞ്ഞത്? നടക്കാനോ? ഞാനോ? അതെ. ബൈക്കിൽ വേണമെങ്കിൽ 2 അല്ല 4 കിലോമീറ്റർ ആണെങ്കിലും പോവാം. ദർശന പിൻസീറ്റിലുണ്ടെങ്കിൽ 10-20 കിലോമീറ്റർ പോവാം. പിൻസീറ്റില് കാല് ഇരുവശത്ത് വിട്ട് കൈ കൊണ്ട് എന്നെ ഇങ്ങനെ മോഹം കൊള്ളാം. ഞാനേ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പ്ലാൻ? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ കുഴിമടിയനെ ഉഷാറാക്കി നല്ല മോസ്റ്റ് മോഡേൺ യുവ കേസരിയാക്കി മാറ്റിയെടുക്കും ഞാൻ. ആദ്യം ഈ ചായ കുടിക്കും. അയ്യേ, ഇതിലും മധുരമില്ല. ഇതാരാ ഇട്ടത്? ഞാനാ ഇട്ടത്. ഞാൻ മധുരം ഇട്ടല്ലോ. നല്ല മധുരം ഉണ്ടല്ലോ. ആണോ? നോക്കട്ടെ. ഇപ്പൊ നല്ല മധുരമുണ്ട്. ഇപ്പൊ എങ്ങനെ മധുരം വന്നു? കള്ളൻ. അതെങ്ങനെയാ ഇപ്പൊ മധുരം വരുന്നത്? അതോ, അതീ ചുണ്ട്, ദർശനയുടെ ചുണ്ടിലെ മധുര. അയ്യടാ, എന്റെ ചുണ്ടിന് മധുരമാണെന്ന് ആരാ പറഞ്ഞത്? എനിക്കറിയാം. പൊള്ളുന്നോ? ചായ ഞാനിപ്പോ കുടിച്ചു നോക്കിയതല്ലേ ഉള്ളൂ, അത്രയ്ക്ക് ചൂടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ദർശനയുടെ ഉമ്മയെ കുറിച്ചാ. ദർശന പോലെ പ്ലീസ്. എന്താ? ഇവിടെ ഇരിക്കേ. കുറച്ചു നേരം കൂടെ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. അടുത്തടുത്ത്, തൊട്ട് തൊട്ട്. ദർശന എന്റെ കണ്ണിൽ നോക്കുന്നു, ദർശനയുടെ കണ്ണില് ഞാൻ നോക്കുന്നു. അങ്ങനെ കണ്ണും കണ്ണും നോക്കി നോക്കി നമുക്കിവിടെ ഇരിക്കാം. അയ്യടാ, രാവിലെ നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. എനിക്ക് വേറെ പണിയുണ്ട്. ദർശൻ പോലെ. അവിടെ ഇരിക്കും മോളെ. മോളെ,
നടന്ന സംഭവങ്ങളൊന്നും തൽക്കാലം ഇവിടെ ആരോടും പറയണ്ട. നിന്നെ കൊല്ലാൻ നോക്കിയത് തീർച്ചയായും ഗിരിജയായിരിക്കണം.